ഗീത പെട്ടെന്ന് വാ, ട്രെയിന് സമയമാവുന്നുണ്ട്. എടുത്തോളൂ. എടുത്തോടാ. എന്താ കോഫി തന്നിട്ടുണ്ടാവോ? എന്റെ വൈഫ് തന്ന കോഫി നന്നായിട്ടുണ്ടെന്ന് പറയണം. അവള് നന്നായിട്ടുണ്ടെന്ന് പറയരുത്. കോഫി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടാ, വളരെ നന്നായിട്ടുണ്ട്. എന്റെ വൈഫ് ഇട്ടത് നല്ലത് തന്നെയായിരുന്നു. അതെ അതെ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫ് ഇട്ടാക്കിയ കാപ്പി. നിന്റെ വൈഫ് കോഫി നന്നായിട്ട് ഇട്ടു, പക്ഷെ നിന്റെ വൈഫിനെക്കാളും എന്റെ വൈഫാണ് നന്നായിട്ട് ഇട്ടത്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന പോലെ എന്റെ വൈഫാണ് എനിക്ക് നല്ലത്. ഓ, നീ അങ്ങനെ വരുവാണോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? പെണ്ണുങ്ങൾ എന്താ ഇവ കണ്ടിട്ടില്ലേ? ഞാനേ കിച്ചണിൽ പോയി ജോലി ചെയ്യട്ടെ. പോ ആവശ്യം. ശരി, അങ്ങനെ ആവട്ടെ. ശരി കൂട്ടുകാരാ, ഞാൻ പോവാ, പിന്നെ കാണാം. ഉറപ്പായിട്ടും. ചേട്ടാ, പാല് കുടിച്ചില്ലേ? നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അദ്ദേഹം നിങ്ങളെ ഒരുപാട് വിശ്വസിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അത് നിങ്ങൾ നല്ലതിനായി ഉപയോഗിക്കണമെന്നല്ലാതെ ഇങ്ങനെ ചീത്തയായി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? മനസ്സിലായി. ഞാനാ തെറ്റിദ്ധരിച്ചേ. ഐ ആം സോറി. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ ഈ സൗഹൃദം എനിക്ക് ആവശ്യമാണ്. സോറി. ഞാൻ പോയിട്ട് വരാം. ബൈ. ഈ സമയം എന്നെ വിളിച്ചേക്കുന്നത് എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഇന്നല്ലെങ്കിലും നാളെ ആയാലും ഈ സ്ഥിതി ഫേസ് ചെയ്തല്ലേ മതിയാവൂ. നീ എന്താ പറയുന്നേ? നിങ്ങളന്ന് നോക്കി നോട്ടെ എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. ഇങ്ങനെ വിചാരിക്കാത്തൊരു കാര്യം നടന്നാ എന്റെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാ പിന്നെ ആ തെറ്റ് ഒരു തവണ ചെയ്താലുണ്ടല്ലോ പിന്നെ എന്റെ വീട്ടിൽ വരില്ലല്ലോ അല്ലേ? ആ നോട്ടത്തിൽ പിന്നെ എന്നെ നോക്കത്തൂല്ലല്ലോ. അതുകൊണ്ടാ പറയുന്നേ, വാ. അയ്യോ, എന്താ ഇത്? എന്താ ഇങ്ങനെ ആയല്ലോ? ഇങ്ങോട്ട് നോക്കുമ്പോളെ, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. അതിന് വേണമെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കാം. ഇനി ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് നീ ഇങ്ങനൊക്കെ ചെയ്യൂ എൻ്റെ അടുത്ത്. മതി, നമുക്കെല്ലാം മറക്കാം. നല്ല ഫ്രണ്ട്സായിട്ട് മാത്രം ഇരിക്കാം. അതാണ് നമുക്ക് നല്ലത്. മനസ്സിലായോ? താങ്ക് യു. നിങ്ങൾ വളരെ നല്ല ആളാ. പറഞ്ഞ ഉടനെ മനസ്സിലായി. ഞാൻ പോവാ. ബൈ. ശരി, ബൈ. അമ്മേ.